വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ കേരള പോലീസും പൊതുജനവും തമ്മിലുള്ള ഇഷ്യൂസ് നമ്മൾ വാർത്തകളിലും പത്രങ്ങളിലൊക്കെ കേൾക്കുന്ന കാര്യമാണ്. കസ്റ്റഡി വെച്ച് മർദ്ദിക്കുക, കസ്റ്റഡി ഡെത്ത് വരെ ഉണ്ടാകാറുണ്ട്, ആൾ മാറി മർദ്ദിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ചില പോലീസുകാർ പൊതുജനത്തോട് പെരുമാറുന്നത് ഭയങ്കര റൂഡായിട്ടാണ്. എല്ലാ പോലീസുകാരും ഒന്നുമില്ല കേട്ടോ, നല്ല ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു വിഭാഗം പോലീസുകാർ അങ്ങനെ പെരുമാറുന്നുണ്ട്. അതുമൂലം കേരള പോലീസ് ഫോഴ്സിനെ തന്നെ നാണം കെടുത്തുന്ന ഒരു കാര്യമായി മാറിപ്പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരുണ്ടായ ഒരാളെ മർദ്ദിച്ച കേസാണ്. അതിൻ്റെ CC ക്യാമറ ഔട്ടൊക്കെ ഇപ്പോൾ പുറത്തോട്ട് പോയി തുടങ്ങിയ 2 വർഷം മുമ്പുള്ള മാറ്ററാണ്. അയാളുടെ സാധു മനുഷ്യനെ നമുക്ക് കാണാൻ പറയാം. എന്തെല്ലാം വേണ്ട, ഒരാൾ വന്ന് നമ്മോട് ചോദിക്കുമ്പോൾ അയാൾ ഇങ്ങനെ മർദ്ദിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസ് ഈ കേസിൽ എടുത്തിരിക്കുന്ന പണിഷ്മെന്റ് എനിക്ക് തോന്നുന്നു ഇവരുടെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യുക, പ്രമോഷൻ കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള അല്ലെ അപ്പുറത്തോട്ടൊന്നും ഒരു പണിഷ്മെന്റ്സ് ഒന്നും കേരള പോലീസിൽ കൊടുക്കുന്നില്ല. രാഷ്ട്രീയപരമായ പ്രഷർ ഉണ്ടെങ്കിൽ ചിലപ്പം ട്രാൻസ്ഫർ കൊടുക്കും, അതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞത് കേരള പോലീസിൽ RSSകാരുടെ എണ്ണം കൂടുതലാണ്. കേരള പോലീസിൽ RSSകാരുണ്ട്, CPMകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്. അവർ കോളേജ് ജീവിതത്തിലൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയോടാണ് യോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നത് അത് അവരുടെ ഉള്ളിൽ കിടക്കുമല്ലേ. പക്ഷേ അവരാരും പൊതുവെ കലാലയ ജീവിതത്തിലുണ്ടായിരുന്ന ആ രാഷ്ട്രീയ പാർട്ടിയോടുള്ള യോജിപ്പ് അവർ കാക്കിയിട്ട് കഴിയുമ്പം കാണിക്കാറില്ല. പക്ഷെ ചിലര് അത് കാണിക്കാറുമുണ്ട്. കാക്കിയിടുമ്പം അല്ലെ മിലിറ്ററി പോകുമ്പം അവരാരും മതപരമായും രാഷ്ട്രീയപരമായും ഒരു കാര്യങ്ങളും അവർ മുമ്പോട്ട് വെക്കാറില്ല. അതാണ് പൊതുവെ എല്ലാവരും ചെയ്യും. തൃശ്ശൂർ 2 വർഷം മുമ്പ് നടന്നതാണ് ഈ മാറ്റർ. ഒരു പ്രാദേശിക നേതാവ് കോൺഗ്രസിന്റെ, അയാളെ ഇത്രയും മർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തോ കാര്യം പോയി ചോദിച്ചു. നമുക്ക് വാർത്ത കേട്ടു നോക്കാം. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഒരു സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ കിട്ടുന്നത് നീതിയാണോ അതോ അടിയാണോ? കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയണം. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലീസുകാർ ഇപ്പോഴും ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനിൽ ചുമതലകളിലുണ്ട്. അവർക്കെതിരെ എന്ത് നടപടിയാണ് വകുപ്പിനി എടുക്കുക? നേരത്തെ ഈ പരാതി വന്ന ഘട്ടത്തിൽ സ്ഥലം മാറ്റങ്ങളിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങിയതാണ്. ഇത്ര ക്രൂരമായി ഒരു സാധാരണക്കാരനെ സ്റ്റേഷനിൽ വെച്ച് അകാരണമായി മർദ്ദിച്ച് ഒരു കള്ളക്കേസും കൂടി ചുമത്തി അവർക്കെതിരെ എന്ത് നടപടി എടുക്കും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന്? എന്ത് നീക്കമുണ്ടാകും എന്നുള്ളതിൽ തന്നെയാണ് ഏറ്റവും ആകാംക്ഷയുള്ളത്. അഫ്സാന ഫസൽ കൂടി ചേരുന്നത്. അഫ്സാന, ഇതിന്റെ സാഹചര്യം എന്താണെന്ന് കോൺഗ്രസ് നേതാക്കൾ അടക്കം വിശദീകരിച്ചു. സുജിത്ത് നിയമ പോരാട്ടവുമായി ഇനി മുന്നോട്ട് തന്നെയല്ലേ? ഏതാണ്ട് 3 വർഷം കഴിഞ്ഞ് ഈ പോരാട്ടം തുടങ്ങിയിട്ട് ദൃശ്യങ്ങൾ കൂടി കിട്ടിയ സ്ഥിതിക്ക് ശക്തമായി മുന്നോട്ട്, അങ്ങനെയല്ല സുജിത്ത് നമ്മളോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത്? അത് ഇങ്ങനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതായത് രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും തന്നെ അവരുടെ അധികാര ദുർവിനിയോഗം നടത്തുന്നതിന്റെ കൃത്യമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതിലൂടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏകദേശം 2 കൊല്ലം മുന്നേ ഉള്ള ഒരു സംഭവമാണ്. എത്തരത്തിലാണ് അധികാര ദുർവിനിയോഗം നടത്തി കള്ളക്കേസിൽ കുടുക്കി വ്യക്തിവൈരാഗ്യം പോലീസുകാർ തീർക്കുന്നത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തീർക്കുന്നത് എന്നുള്ളതിന്റെ ഒരു കൃത്യമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവം. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 2023 ഏപ്രിൽ മാസമാണ്. 5-ാം തീയതി ചൊവ്വന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് കണ്ട് അത് ചോദ്യം ചെയ്യാനായിട്ട് പോയിരുന്നതാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള സുജിത്ത്. അപ്പോൾ സുജിത്ത് കാര്യം തിരക്കിയതിലുള്ള ഒരു ഇഷ്ടപ്പെടാതിരുന്ന ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI നുഹ്മാനാണ് അപ്പോൾ തന്നെ സുജിത്തിനെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇത്തരത്തിൽ മർദ്ദിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് അനിലക്കരയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ജീപ്പിൽ നിന്ന് തന്നെ ഇതിന്റെ മർദ്ദനം തുടങ്ങിയിരുന്നു എന്ന്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് മദ്യപിച്ച പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും ചെയ്തു എന്ന വ്യാജ FIR ഉണ്ടാക്കിയാണ് സുജിത്തിനെ ജയിലിൽ അടയ്ക്കാനുള്ള നീക്കം ഈ പോലീസുകാരുടെ ഭാഗത്തു നിന്നും അതുണ്ടായിരുന്നത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളൊരു കുറ്റവും ഈ FIR പോലീസുകാർ ചുമത്തിയിരുന്നു. അതിനുശേഷം ഈ വൈദ്യ പരിശോധനയിലാണ് സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിക്ക് മനസ്സിലായി. കോടതി ഇടപെട്ടാണ് ഈ സുജിത്തിനെ ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് ഈ കുന്നംകുളം പോലീസിലെ SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പ്രതികാര ബുദ്ധിയോടെ ഒരു മനുഷ്യനോട് പെരുമാറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും പോലീസിന്റെ കോടതി നേരിട്ട് നിർദ്ദേശിച്ചാണ് ഈ ഇത്തരത്തിൽ കേസ് എടുത്തത്. പോലീസ് പരാതി നൽകിയിരുന്നെങ്കിൽ പോലീസ് ഈ ഇത്തരത്തിൽ സുജിത്തിന് കേസ് എടുത്തിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസ് ഇപ്പോൾ വിചാരണ ഘട്ടത്തിൽ തുടരുകയാണ്. ഇതിന് പിന്നാലെയാണ് പരാതിക്കാരൻ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ട് വിവരാവകാശം നൽകിയത്. ഇപ്പോൾ 2 വർഷത്തിന് പിന്നാലെ വിവരാവകാശത്തിലൂടെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഭരണപക്ഷം എന്താണ് നിലപാടെടുക്കുന്നത് എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അഫ്സാനാണ് വിവരങ്ങൾ നൽകിയത്. സ്ക്രീനിൽ കാണുന്നത് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസുകാരുടെ ചിത്രങ്ങൾ കൂടിയാണ്. കുന്നംകുളം SI ആയിരുന്ന നുഹ്മാന്റെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടക്കുന്നത്. സ്റ്റേഷനുള്ളിലേക്ക് സുജിത്തിനെ കൊണ്ടുവരുന്നു. ഒരാൾ ആദ്യം ചെവിക്കല്ല് നോക്കിയാണ് അടിക്കുന്നത് സുജിത്തിനെ. പിന്നീട് ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് എല്ലാവരും സുജിത്തിനെ മാറി മാറി വന്ന് മർദ്ദിക്കുകയാണ്. കൂട്ടുകാർ വഴിയരികെ നിൽക്കുന്നത് പോലീസ് ചോദ്യം ചെയ്തു. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ പോലീസുമായി ബന്ധപ്പെടുന്നത് സുജിത്ത്. പിന്നാലെയാണ് സുജിത്തിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുവന്ന് ഇങ്ങനെ ആക്രമിക്കുന്നത്. പിന്നീട് മദ്യപിച്ച് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതടക്കം ഒരു കേസ് ചുമത്തി ജയിലിൽ അടയ്ക്കാനടക്കം നീക്കമുണ്ടായി. നിയമപോരാട്ടം നടത്തി സുജിത്ത്. പക്ഷേ മദ്യപിച്ചിട്ടില്ല എന്നുള്ള ഒരു റിസൾട്ട് കൂടി വന്ന ഘട്ടത്തിൽ കോടതിയിൽ നിന്ന് സുജിത്തിന് നീതി കിട്ടുകയാണ്. പിന്നീടുള്ള പോരാട്ടം ഈ ദൃശ്യങ്ങൾ കിട്ടാനാണ്. നേരത്തെ അനിലക്കര പറഞ്ഞതുപോലെ ഇത് സത്യത്തിൽ ഒരു പോരാട്ടമാണ്. പല സാധാരണക്കാരായ ആളുകളും സ്റ്റേഷനുകളിൽ വെച്ചുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് പുറത്തു വന്ന് പറയും. പക്ഷേ അവരുടെ തെളിവുണ്ടാകില്ല. നിയമ പോരാട്ടം നടത്താനുള്ള ത്രാണി ആ മനുഷ്യർക്ക് ഇല്ലാതെ പോകും. അടി മാത്രമായി തിരിച്ചു വന്ന എത്രയോ പേരുണ്ട്. കള്ളക്കേസുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം നടത്തി പരാജയപ്പെട്ടു പോയ എത്രയോ മനുഷ്യരുണ്ട്. അവർക്കൊക്കെ കൂടി വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് സുജിത്ത് നടത്തിയത്. അതിലൊരു സംശയവുമില്ല. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ ചിത്രങ്ങളിൽ കണ്ട പോലീസുകാർക്കെതിരെയുള്ള നടപടി എപ്പോൾ വരുമെന്ന ചോദ്യം മാത്രമാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ പലതവണയായി ഇത്രയും കാടത്തപരമായ പെരുമാറ്റ രീതി പൊളിറ്റീഷ്യനോ സാധാരണക്കാരനോ
എംപ്ലോയി ആരും ആട്ടെ, ഒരാൾ ചോദിക്കുന്നതിനുള്ള മറുപടി മർദ്ദിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത്. സമൂഹത്തിൽ പലർക്കും കിട്ടുന്നുണ്ടായിരിക്കും, അവരാരും ഒന്നും പറയുന്നില്ല. പോലീസിനെതിരെ FIR ഇടാൻ ആര് വരും? പൂച്ചക്കാരും മണികിട്ടും പോലീസിനെതിരെ ആര് FIR ഇടും? മജിസ്ട്രേറ്റ് കോടതി നമുക്ക് നേരിട്ട് പോകാൻ സാധിക്കും. കാരണം നമുക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായാൽ SP കംപ്ലൈൻറ്റ് കൊടുക്കാം. SP കംപ്ലൈൻറ്റ് ഫോർവേഡ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ മജിസ്ട്രേറ്റ് കോടതി ചെന്ന് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇവിടെ ഒരു രാഷ്ട്രീയപരമായ മുതലെടുപ്പ് നടന്നിട്ടുണ്ടോയെന്ന് ഈ നിൽക്കുന്ന പോലീസുകാരുടെ രാഷ്ട്രീയം പരിശോധിച്ചാൽ ഒരു പക്ഷേ നമുക്കറിയാൻ സാധിക്കാം. സ്റ്റേഷനിലുള്ള എല്ലാവരും വന്ന് മർദ്ദിക്കുന്നതാണ് നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്നത്. ഒരു മനുഷ്യനല്ലേ, അയാൾ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ ആരെന്ത് സമാനം? ഇങ്ങനെയുള്ള പോലീസുകാരുടെ മാനസിക നില പരിശോധിക്കേണ്ടതാണ്. ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പോലീസുകാർ സമൂഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? സമൂഹത്തിൽ നല്ല രീതിയിൽ പോകുന്ന പോലീസുകാർ കൂടെ ഇത് നാണംകേടാണ്. എത്രയോ നല്ല പോലീസുകാർ പൊതുജനവുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് സൗഹൃദം പുലർത്തുന്ന, കേസുകൾ തെളിയിക്കുന്ന നല്ല പോലീസുകാർ ഒരുപാട് ആൾക്കാർ, അവർക്കൂടെ നാണംകേടാകുന്ന രീതിയിലാണ്. ഒന്നാമതെ പോലീസുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, പൊളിറ്റിക്കൽ പാർട്ടീസ് മാറുമ്പം, സർക്കാർ മാറി വരുമ്പം അതാത് സർക്കാരിൻ്റെ കൂടെ നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും അവർക്ക് ഉണ്ടാകാറുണ്ട്. അതാണ് അവരുടെ വേറൊരു പ്രശ്നം. കേരള പോലീസിൽ ഒത്തിരി പോലീസുകാർ പണിയിട്ടിട്ട് പോകുന്നുണ്ട്. 8 വർഷം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 8 വർഷത്തിൻ്റെ അകത്ത് എത്ര പോലീസുകാർ കേരള പോലീസിൽ നിന്ന് പിരിഞ്ഞു പോയെന്ന് പരിശോധിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. പലരും ലീവ് എടുത്ത് പോകുന്നു, ഒന്നും പറയാതെ വിദേശ രാജ്യത്തോട്ട് പോകുന്നു. വാർത്തകളിലൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണിത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുപക്ഷെ പല പോലീസുകാർക്കും സമ്മർദ്ദം കൊടുക്കുന്നുണ്ടായിരിക്കും. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഈ പോലീസുകാരുടെയൊക്കെ ഉഷിര് പൂരൊക്കെ ഇതുകൊണ്ട് ഗോവിന്ദസ്വാമിയെ പോലെയുള്ള ആൾക്കാരോട് കാണിക്കാത്ത. ഇപ്പം ഈ ഗോവിന്ദസ്വാമി ആണെന്നുണ്ടെങ്കിൽ ഇവരായാലും അയാളെ മർദ്ദിക്കുമോ? ഇല്ല. ഇവിടെ സ്ത്രീപീഡനത്തിൽ പ്രതിയാകുന്ന, ബ്രോട്ടൽ റേപ്പ് കേസുകളിൽ വരുന്ന പ്രതികൾ, അവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാറുണ്ടോ? കൊലക്കേസിലെ പ്രതികൾ, അവരൊക്കെ ജയിലിൽ പോയി വേറെ നിറയെ ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് വർഷങ്ങളോളം നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നു. ഈ കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ കാണുമ്പോഴാണ് പൊതുജനം ചോദിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഈ കൊലപ്പുള്ളികളെ, ക്രിമിനൽസിനെയൊക്കെ ജയിലിൽ കൊണ്ടുപോയിട്ട് വളർത്തുന്നത്? മട്ടനുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്, ബിരിയാണിയുണ്ട്, അപ്പം, ദോശ, വെറൈറ്റി ഫുഡ്, നല്ല കംഫോർട്ടായിട്ട് നല്ല ഓർഗാനിക് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ജനത്തിൻ്റെ ചെലവിൽ ഇവരെല്ലാം കഴിച്ച് അടിപൊളിയാകുന്നു. ഇവരെ ആരെയും മർദ്ദിക്കുന്നുമില്ല, ദ്രോഹിക്കുന്നുമില്ല. ഗോവിന്ദസ്വാമി പറഞ്ഞ കേട്ടില്ല, ആവശ്യം അനുസരിച്ച് പലരും ഇവിടുന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്, ആവശ്യം അനുസരിച്ച് പോയിട്ട് തിരിച്ചും വരുന്നുണ്ട്. മൊബൈൽ വരെ ഉണ്ട് അവിടെ അകത്ത്, കോൾ വിളിക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ട്. പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ അറിയുന്നുണ്ട്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ വരെ പല ക്രിമിനൽസിനും ജയിലിൽ സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കൊലക്കുറ്റം ചെയ്തവരെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ സമൂഹമുള്ള, രാഷ്ട്രീയപരമായ കൊലക്കേസുകൾ വരുന്ന പ്രതികളെ മാലയിട്ട് സ്വീകരിക്കും. ഇതൊക്കെ പൊതുസമൂഹം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? വരുന്ന തലമുറ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സോഷ്യൽ മീഡിയയിലും പബ്ലിക് സ്പേസിലൊക്കെ ജനം ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ടോപ്പിക്കാണ്, എന്തിനാണ് ഇങ്ങനെയുള്ള പോലീസുകാരെ കേരള പോലീസിൽ നിലനിർത്തുന്നത്? അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇട്ടിരിക്കുകയാണ്. പൊതുജനം അത് ചോദിക്കുന്നതിന് തെറ്റ് പറയാൻ പറ്റും. എന്നാൽ നല്ലവരായ പോലീസുകാർ എത്രയോ പേരുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.